ഇപ്പോൾ മുൻ ധനമന്ത്രി തോമസ് ഐസക് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അതിലേക്ക് ഇതിനൊക്കെ മനുഷ്യന്മാരെ തറടിക്കാൻ പറ്റുമോ? അതിന് വേണ്ടിയിട്ട് ED എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മുഴുവനും, കേരളത്തിൽ മാത്രമല്ല. ആ തിരിച്ചറിവില്ലാത്തത് കേരളത്തിലെ കോൺഗ്രസിന് മാത്രമാണ്. ഹാജരായി വിശദീകരണം കൊടുക്കേണ്ടതില്ലെന്ന് തന്നെയാണ്. അതെ, ഹാജരാകാം, വിശദീകരണം നൽകാം. എന്താണ് നിയമലംഘനം എന്ന് പറയണമെന്ന് നിയമലംഘനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നെ വിളിച്ച് ചോദ്യം ചെയ്യേണ്ട കോടതി തന്നെ പറഞ്ഞ റോവിങ് എക്സ്പെഡീഷൻ, ഇങ്ങനെ കാടും പറഞ്ഞും തല്ലി ഉള്ളൊരു അന്വേഷണം നിയമലംഘനം കണ്ടുപിടിക്കാൻ വേണ്ടി 1.5 വർഷം കണ്ടുപിടിച്ചിട്ട് അല്ലാത്ത കാര്യം ഇനിയിപ്പോൾ കണ്ടുപിടിക്കാനാ? അപ്പം അതിനെ വിളിപ്പിക്കുന്ന ഹരസ്മെൻ്റാണ്, ശുദ്ധ ഹരസ്മെൻറ്റ്, നമ്മളെ താറടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഡിഗ്നിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കോടതിയിൽ പോകും. അതുകൊണ്ട് EDക്ക് ഒരു സൂചന നൽകിയിരിക്കുക, ഈ പണി അവസാനിപ്പിക്കുന്നതാണ്. ഒന്നുകിൽ നിങ്ങൾ എന്താ നിയമലംഘനം എന്ന് പറയണം. ഇത് PMLA ഒന്നും അല്ല കേട്ടോ, മണി ലോണ്ടറിങ് ഒന്നുമല്ല, ഫെമയാണ്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ശരിപ്പെടുത്തി കളയാനൊന്നും ആരും കരുതണ്ട, അതിനുള്ള കോപ്പൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നിയമലംഘനം എന്താണെന്ന് വെച്ചാൽ പറയട്ടെ, അതനുസരിച്ചുള്ള മറുപടി നൽകാം. ഒരുപക്ഷെ ഹാജരായാൽ അറസ്റ്റ് ഭയപ്പെടുന്നുണ്ടോ? അതുകൊണ്ടാണോ ഹാജരാകാതെ? ഇല്ലെന്ന്, അതിനുള്ള വകയില്ല. മണി ലോണ്ടറിങ് ആണെങ്കിൽ ഇവർ പറയുന്ന അവസാനമേക്ക് ഒരു കോടതിയും ഇവർക്ക് എന്തും ചെയ്യാം. മണി ലോണ്ടറിങ്ങിന് അങ്ങനെ സുപ്രീം കോടതിയിൽ ഒരു വിധി വന്നിട്ടുണ്ട്. അത് ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്. ഇതിപ്പോൾ അറസ്റ്റ് ചെയ്യാനൊന്നും ഇവർക്കതിനുള്ള കോപ്പില്ല. അതുകൊണ്ട് വീണ്ടും പറയണത്, എന്താ നിയമലംഘനം എന്ന് പറയാം. അത് പറയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താണോ 1ഉം 2ഉം സമൻസ് വഴി തന്നത്, എന്താണോ കോടതി തള്ളിക്കളഞ്ഞ് നിങ്ങൾക്ക് പിൻവലിക്കേണ്ടി വന്നത്, ആ സമൻസ് തന്നെ വേറെ രൂപത്തിൽ തരികയാണ്. അതിന് വഴങ്ങില്ല. ഇവിടെ അങ്ങനെ വന്നാൽ പേടിയൊന്നുമില്ല. അപ്പം ഞാൻ വീണ്ടും പറയണു, ഈ PMLAക്ക് ഈ അറസ്റ്റൊന്നും പറ്റില്ല. അല്ല, നമ്മുടെ ഫെമക്ക് PMLA ആനതെങ്കിൽ അത് കളി വേറെ. ഏതും സ്വപ്നത്തിൽ പോലും അവർക്ക് പോലും മണി ലോണ്ടറിങ് ഒന്നും പറയാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് നിയമലംഘനം പറയട്ടെ. നിങ്ങൾ ഈ നിയമം ലംഘിച്ചു, അത് സംബന്ധിച്ച് ചോദ്യം ചെയ്യാൻ ഹാജരാണെന്ന് പറഞ്ഞാൽ റെഡി. അതല്ലാതെ എൻ്റെ നിയമലംഘനം കണ്ടുപിടിക്കാൻ വേണ്ടി സെൽഫ് ഇൻക്രിമിനേഷന് വേണ്ടി ചെല്ലണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ പോകാൻ കഴിയില്ല.